Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനോ ഓക്കെ ആണോ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ. ജോയിൻ ചെയ്യുന്നുള്ളല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ പോർഷൻ ആണ് എടുത്തോണ്ടിരുന്നേ അല്ലേ? പ്ലേസ്മെന്റ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പ്ലേസ്മെന്റ് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ് അല്ലേ? പ്രിൻസിപ്പിൾസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ? പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? 6 നമ്മൾ പറഞ്ഞായിരുന്നു. കംപ്ലീറ്റ് ചെയ്തല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് ജോബ് ഫസ്റ്റ്, നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിഫിക്കേഷൻ, principle of timely preparation, principle of working condition, then principle of loyalty and cooperation, then principle of transfer. അങ്ങനെ principles നമ്മൾ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് സ്റ്റാർട്ട് നോക്കാൻ പോകുന്നത് പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ആണ് കേട്ടോ. പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ്, ഒരു പ്ലേസ്മെന്റ് പ്രോസസ്സ്. അതിനകത്ത് നമ്മൾ പ്ലേസ്മെന്റ് പ്രൊസീജിയറിനെ നമുക്ക് 4 സ്റ്റെപ്പുകളാക്കി തിരിക്കാം. There are 4 steps in the procedure of employee placement, which are the follows. അതാണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നത്. എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിലെ 4 സ്റ്റെപ്പുകളാണ് താഴെ കൊടുത്തേക്കുന്നത്. നോക്കി, ആ 4 സ്റ്റെപ്പുകൾ ഏതാണെന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ. എക്സാമിന് അവിടെ ചോദിക്കാറുണ്ട്. സ്റ്റെപ്പ് 1 ഏതാണ്, സ്റ്റെപ്പ് 2 ഏതാണ്, സ്റ്റെപ്പ് 3 ഏതാണ്, സ്റ്റെപ്പ് 4 ഏതാണെന്ന് ചോദിക്കാം. എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ ആണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഡേറ്റ കളക്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, ഇവാലുവേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ്. അലോക്കേഷൻ ഓർ പ്ലേസിംഗ്. ദെൻ സ്റ്റെപ്പ് 4 ആണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 4 സ്റ്റെപ്പുകള്? ഒന്ന് നോക്കിയേ. എനിക്കാണ് 4 സ്റ്റെപ്പുകള്. നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിനെ നമുക്ക് 4 സ്റ്റെപ്പുകളാക്കി തിരിക്കാം. ഫസ്റ്റ് ആണ് ഡേറ്റ കളക്ഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഇവാലുവേഷൻ, തേർഡ് സ്റ്റെപ്പ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ്, ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. ഒന്നാമത്തെ നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡേറ്റ കളക്ഷൻ. ഇൻ ദ എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കളക്ട് ദ ഡേറ്റ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ദ എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിലെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഈസ് ടു കളക്ട് ദ ഡേറ്റ അബൌട്ട് ദ എംപ്ലോയി. എംപ്ലോയിനെ സംബന്ധിക്കുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യുക ആദ്യത്തെ സ്റ്റെപ്പാണ്. എംപ്ലോയിനെയൊക്കെ സംബന്ധിക്കുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാ? ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് ദ ക്വാളിഫിക്കേഷൻ. എന്തിനാ ഡേറ്റ കളക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ആ എംപ്ലോയിയുടെ ക്വാളിഫിക്കേഷൻസ്, സ്കില്ലുകൾ എന്തൊക്കെയാണ്, എബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? എത്രയാണ് ക്വാളിഫിക്കേഷൻ, എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയിയുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുക. അതാണ് ഒരു പ്ലേസ്മെന്റ് എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡന്റിഫൈ ദ ക്വാളിഫിക്കേഷൻ, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് പ്രസന്റ് എംപ്ലോയി. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കളക്ട് ദ ഡേറ്റ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എന്തിനു വേണ്ടി ഡേറ്റ കളക്ട് ചെയ്യുന്നത്? അവരുടെ ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, എബിലിറ്റീസ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ഇവാലുവേഷൻ ആണ്. അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേഷൻ. After completing the first step of collecting employee data, the next step is to evaluate
the capability of the employee. അടുത്ത അപ്പോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, എംപ്ലോയിയുടെ ഡേറ്റാസ് അവർ കളക്ട് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യാണ്. ആ എംപ്ലോയിയുടെ കേപ്പബിലിറ്റി, കഴിവുകള് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു അനലൈസ് ദ ടൈപ്പ് ഓഫ് ദ ജോബ് ദ ബെസ്റ്റ് സ്യൂട്ട് ദ എംപ്ലോയി. എന്തിനു വേണ്ടി ഏത് ടൈപ്പ് ജോലിയാണ് അവർക്ക് ഏറ്റവും സ്യൂട്ടബിള്, അല്ലെ, ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ജോലി വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പൊ നമുക്ക് ജോലിക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരെ, കറക്റ്റ് എംപ്ലോയിനെ കറക്റ്റ് പ്ലേസ്, അല്ലെ, റൈറ്റ് എംപ്ലോയിനെ റൈറ്റ് പ്ലേസിൽ തന്നെ നമ്മള് പ്ലേസ്മെന്റ് നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്, in order to analyze the type of job that best suit the employee. എംപ്ലോയിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ജോലി അത് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയിയുടെ ക്യാപ്പബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു, അതായത് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഇവാലുവേറ്റ് ദ ക്യാപ്പബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി. ഇവാലുവേഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇനി അലോക്കേഷൻ ഓർ പ്ലേസിംഗ്. അവരെ കറക്റ്റ് ജോബിലേക്ക് എന്ത് ചെയ്യുന്നു, അവരെ പ്ലേസ്മെന്റ് നടത്തുന്നു അല്ലെങ്കിൽ അനുവദിക്കുന്നു. അലോക്കേഷൻ ഓർ പ്ലേസിംഗ്. ഇൻ ദിസ് സ്റ്റെപ്പ് the company places employee on the job which is best suitable for him. ഉണ്ടോ, എന്ത് ചെയ്യുന്നു ഈ സ്റ്റെപ്പില്, മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നേ, ഈ കമ്പനി എംപ്ലോയിനെ പ്ലേസ്മെന്റ് നടത്തുന്നു, അല്ലെ. എന്താണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ഇൻ ദിസ് സ്റ്റെപ്പ് the company places the employee on the job which is best suited for him. അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, which is best suitable for him. അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലിയിലെ, അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിലേക്ക്, ആ ജോലിയിലേക്ക് അവരുടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട്, ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് ആ ജോലിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നു, പ്ലേസ്മെന്റ് നടത്തുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്താ, the company places the employee on the job which is best suitable for him. അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലിയിലേക്ക് എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു, പ്ലേസ്മെന്റ് നടത്തുന്നു. ഫോർത്ത് സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കാം. എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിലെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. കൺട്രോൾ. The final step in this procedure, employee placement procedure is control. Underline ചെയ്തോളാം ട്ടോ. The final step in this procedure is control. ഏത് പ്രൊസീജിയർ ആണ്, employee placement procedure is control. This step involves measuring and observing the employee performance in that particular job. ആ പ്രത്യേക ജോലിയിലേക്കുള്ള എംപ്ലോയിയുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, അത് മെഷർ ചെയ്യുന്നു. The steps involve measuring and observing the employee performance ആണ് നോക്കുന്നത്. ഉണ്ടോ, എംപ്ലോയിയുടെ പെർഫോമൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. അപ്പൊ ആ ജോലി ചെയ്യുമ്പോൾ അവന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നല്ല രീതിയിൽ അത് അവനെ പ്ലേസ്മെന്റ് കൊടുത്തല്ലോ, ജോലിയിലേക്ക് പ്ലേസ്മെന്റ് കൊടുത്തു. അതിനുശേഷം അവരവിടെ ആ ഒരു പർട്ടിക്കുലർ ജോബ് അവരെത്രത്തോളം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ, അത് മെഷർ ചെയ്യാണ്. അവരെ ഒബ്സർവ് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. The steps involve measuring and observing employee performance in that particular job. Underline ചെയ്തോളൂ sentence. Last step involves measuring and observing the employee performance. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. 2 സെന്റൻസ് ഉള്ളൂ, രണ്ടും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ 4 സ്റ്റെപ്പുകളാണ് പറഞ്ഞേക്കുന്നത് ഒരു എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയർ. ക്ലിയർ ആണോ നോക്കിയേ. ഡേറ്റ കളക്ഷൻ. ഓക്കെ ദിവ്യ, ഇപ്പൊ ജോയിൻ ചെയ്തോളൂ. ഡേറ്റ കളക്ഷൻ, ഇവാലുവേഷൻ, അലോക്കേഷൻ ഓർ പ്ലേസിംഗ്. അടുത്തതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ. ഓക്കെ അല്ല എല്ലാവർക്കും 4 സ്റ്റെപ്പുകളും? ഓക്കെ ആണ്. ഇനി അടുത്ത് നോക്കിയ ബെനിഫിറ്റ്സ് എന്താണ്? ഒരു പ്ലേസ്മെന്റ്, ഒരു കറക്റ്റ് പ്ലേസ്മെന്റ് നമ്മൾ നടത്തുന്നത്, അല്ലെങ്കിൽ പ്ലേസ്മെന്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയേ. ദ ബെനിഫിറ്റ് ഓഫ് പ്രോപ്പർ പ്ലേസ്മെന്റ് ആർ ദ ഫോളോസ്. എന്തൊക്കെയാ?
ഒന്നാമത്തെയാണ് റൈസസ് എംപ്ലോയി മിറാൽ. മിറാൽ എന്ന് പറഞ്ഞ എന്താ? മനോവീര്യം. മിറാൽ എംപ്ലോയിയുടെ മനോവീര്യം വർദ്ധിക്കുന്നു. റൈസസ്, റൈസ് ചെയ്യാന്ന് വെച്ചാൽ ഉയരുന്നു. Correct placement helps the employee adapt more easily to the job and help to give a standard performance. അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ എന്താ, എംപ്ലോയിക്ക് ഈസി ആയിട്ട് ആ ജോലി ചെയ്യാനും പറ്റും. അതുപോലെ നല്ലൊരു പെർഫോമൻസ്, ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെക്കാനും പറ്റും. അതിനും സഹായിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച അതേ ഒരു പൊസിഷനിലേക്ക് തന്നെയാണ് നമുക്ക് ആ ജോലി തരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഈസി ആയിട്ട് നമുക്കത് ജോലി ചെയ്യാൻ പറ്റും. അല്ലെ, നമുക്കൊരു അറിയില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ജോലിക്ക് ഇടുന്നതും നമ്മൾ പഠിച്ച അറിയുന്ന ഒരു ജോലിയിലേക്ക് നമ്മൾ ഇടുന്നതിനും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന ആ ഒരു ജോലിയാണെങ്കിൽ അല്ലെ, നമുക്ക് കറക്റ്റ് പ്ലേസ്മെന്റ്, അതായത് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് തന്നെ ആ കറക്റ്റ് ജോലിയിലേക്ക് പ്ലേസ്മെന്റ് നടത്തുകയാണ്. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള പ്ലേസ്മെന്റ് എന്തിനു സഹായിക്കുന്നു? എംപ്ലോയി അഡാപ്റ്റ് മോർ ഈസിലി ടു ദ ജോബ്, ഈസി ആയിട്ട്, കൂടുതൽ ഈസി ആയിട്ട് ജോലി ചെയ്യാനായിട്ട്. ആൻഡ് ഹെൽപ് ഹിം ടു ഗിവ് എ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, എന്താ, ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും പറ്റും. അല്ലെ, നമുക്ക് അറിയാവുന്ന ഒരു ഇതിലേക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. This helps to raise the morale of the employee. അങ്ങനെ എംപ്ലോയിയുടെ മനോവീര്യം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞാണ്, ഇപ്പൊ എന്നെ എടുത്ത് വേറൊരു ടെക്നിക്കൽ സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന എനിക്കൊരു ജോലി തന്നാൽ എനിക്ക് ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെ ആ ജോലി എനിക്ക് അവിടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അല്ലെ, ചിലപ്പോ നമ്മൾ കുറച്ചു നാളൊക്കെ ഇരുന്ന് പതുക്കെ പഠിച്ചൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ നമുക്ക് ഏതാ പറയാ, നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് തന്നെ ഇടുകയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ അവിടെ ഈസി ആയിട്ടും അതുപോലെ നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാനും പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളെ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. ഇനി രണ്ടാമത്തെ എന്താന്ന് നോക്കിയേ, കീപ് എംപ്ലോയി മോട്ടിവേറ്റഡ്. എംപ്ലോയിനെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്നു. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം ലഭിക്കുന്നു. Keep employee motivated. Employees are motivated if they are properly placed by matching their skills and the job requirements. കണ്ടോ, ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള കഴിവുകളാണ് അതുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ എന്താണ്, നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ പ്ലേസ്മെന്റ് നടത്തുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആണ്. അല്ലെ, നമുക്കൊരു മോട്ടിവേഷൻ ലഭിക്കും, നമുക്ക് കുറച്ചും കൂടി നല്ലൊരു പ്രചോദനം ഉണ്ടാവും. If they are motivated, they produce better output. അപ്പൊ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണെങ്കിലോ നല്ല ഔട്ട്പുട്ട് കിട്ടും. അല്ലെ, നമുക്ക് അറിയാവുന്ന നല്ല പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്മെന്റ് ആണ്, നമുക്ക് കറക്റ്റ് അറിയാവുന്ന നമ്മുടെ സ്കിൽസ് ആ ജോബ് റിക്വയർമെന്റ്സുമായിട്ട് കറക്റ്റ് മാച്ച് ആണ്, അതനുസരിച്ചുള്ള കറക്റ്റ് ജോലിയിലേക്കാണ് നമ്മൾ പ്ലേസ്മെന്റ് നടത്തുന്നതെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നു. അല്ലെ, എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് ആ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? they produce the better output. നല്ലൊരു ഔട്ട്പുട്ട്, അതിന്റെ റിസൾട്ടും അതിനനുസരിച്ച് കിട്ടുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. If they are motivated, if the employees are motivated, they produce better output. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. കുഞ്ഞു സെന്റൻസുകളാണ് കൊടുത്തേക്കുന്നത്, ഒന്നോ രണ്ടോ സെന്റൻസ് ഒക്കെ ഉള്ളൂ. അടുത്ത നോക്കിയേ, reduce the labor turnover and absenteeism. ലേബർ ടേൺ ഓവർ, ഈ ജോലിക്കാര് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ആബ്സെന്റിസം, ജോലിക്ക് ഹാജരാവാതിരിക്കുന്നത് വരാതിരിക്കുന്നതും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. If the employees are properly placed in their job, then absenteeism and employee turnover is reduced. അല്ലെ, നമ്മൾ കറക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കറിയാവുന്ന നല്ല ജോലിയിലേക്കാണ് നമ്മള് പ്രോപ്പർ ആയിട്ട് പ്ലേസ്മെന്റ് നടത്തുന്നതെങ്കിൽ നമ്മള് നമുക്ക് പിന്നെ അധികം വേണ്ടാന്ന് വെച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നമുക്ക് അറിയില്ലാത്ത ഒരു ഫീൽഡിലേക്ക് നമുക്ക് ജോലി തന്നെയെങ്കിൽ നമ്മൾ ആദ്യത്തെ 1-2 ദിവസം പോയി എന്ത് ചെയ്താ ജോലി നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ.
പിന്നെ ജോലിക്ക് പോകാതിരിക്കുന്ന ആബ്സെന്റ് ആവാൻ, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പോയി പിന്നെ പോകില്ല, അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ജോലിക്ക് വരാതിരിക്കുന്നതിനുള്ള ചാൻസ് ഉണ്ട് അവിടെ. എന്നാൽ ഇവിടെ പ്രോപ്പർ പ്ലേസ്മെന്റ് എന്തിനു സഹായിക്കുന്നു? അപ്പൊ ലേബർ ടേൺ ഓവർ കുറയ്ക്കാനും ആ ജോലിയില് എംപ്ലോയീസ് ആബ്സെന്റ് ആവുന്നത് അതിനെ കുറയ്ക്കാനും പറ്റും. This result in effective utilization of machines, equipments and machines. അപ്പൊ എംപ്ലോയീസ് എല്ലാ ദിവസവും ജോലിക്ക് വരും, ആരും അവിടെ നിന്ന് പോകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്ന എന്താ? This result in effective utilization, അല്ലെ? അവിടുത്തെ മെഷീൻസ് ഒക്കെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും എക്യുപ്മെന്റ്സുകള് മെറ്റീരിയൽസ് ഒക്കെ നല്ല ഫലപ്രദമായ രീതിയിൽ യൂട്ടിലൈസേഷൻ ഉപയോഗിക്കാനും കാരണമാക്കും. അതിന്റെ ഫലമായിട്ട് labor turnover, absenteeism കുറയുമ്പോൾ this result in effective utilization of machines, equipments and materials. Then അടുത്ത നോക്കിയേ, ഫസ്റ്റ് സെന്റൻസ് അവിടെയും അണ്ടർലൈൻ ചെയ്തോളണം കേട്ടോ. ഇൻക്രീസ് എംപ്ലോയി എഫിഷ്യൻസി. കണ്ടോ, എംപ്ലോയിയുടെ എഫിഷ്യൻസി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. Increase employee efficiency. Proper placement help to improve employee efficiency as he is able to produce better research, communicate with the people effortlessly, feels motivated, become punctual and avoid committing errors. കണ്ടോ, ഇവിടെ എന്താ, നമ്മള് ആ ജോലിയിലുള്ള കാര്യക്ഷമത, എംപ്ലോയിയുടെ എഫിഷ്യൻസി കാര്യക്ഷമത വർദ്ധിക്കുന്നു. നമുക്ക് നല്ല അറിയാവുന്ന കറക്റ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആ ജോലി നല്ല രീതിയിൽ നമുക്ക് നല്ല കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. The proper placement help to improve employee efficiency. അണ്ടർലൈൻ ചെയ്തോളണം കേട്ടോ. As they able to produce better result. അപ്പൊ അതിന്റെ ഫലമായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നു. നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് എഫേർട്ട് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അവര് എന്തെങ്കിലും ഫീൽ മോട്ടിവേറ്റഡ് ആവുന്നു, ബിക്കം പങ്ക്ച്വൽ, കൃത്യത പാലിക്കുന്നു, ആൻഡ് അവോയ്ഡ് കമ്മിറ്റിംഗ് എറേഴ്സ്, തെറ്റുകൾ ഒഴിവാക്കാനും പറ്റുന്നു. ആ ജോലിയിൽ നല്ല കാര്യക്ഷമമാക്കുക. എംപ്ലോയി എഫിഷ്യൻസി വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറ്റും. ബെറ്റർ റിസൾട്ട് ഉണ്ടാവും, മറ്റുള്ള ആളുകളുമായിട്ട് എഫേർട്ട് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, മോട്ടിവേറ്റഡ് ആവുന്നു, ബിക്കം പങ്ക്ച്വൽ ആവുന്നു, അവോയ്ഡ് കമ്മിറ്റിംഗ് എറേഴ്സ്, തെറ്റുകൾ ഒഴിവാക്കാനും പറ്റുന്നു. അടുത്ത നോക്കിയേ, ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. അടുത്ത നോക്കി, അഞ്ചാമത്തെ, കീപ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ്. എംപ്ലോയീസിനെ സംതൃപ്തി, എംപ്ലോയീസിന്റെ സംതൃപ്തി നിലനിർത്തുന്നു. കീപ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ്, എംപ്ലോയിയുടെ സംതൃപ്തി നിലനിർത്തുന്നു. പ്ലേസ്മെന്റ് എയിം ടു കീപ് എംപ്ലോയി സാറ്റിസ്ഫൈഡ്. എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് വെച്ചാൽ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്ലേസ്മെന്റിന്റെ എന്ന് പറയുന്നത്. എംപ്ലോയീസ് അല്ലെ, നമ്മൾക്ക് അറിയാവുന്ന നല്ല നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, നമ്മുടെ സ്കിൽ അനുസരിച്ച് കറക്റ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ സംതൃപ്തരല്ല ജോലിയില്, അല്ലെ? അറിയില്ലാത്ത ഒരു ജോലിയിൽ കൊണ്ടുവന്ന് നമുക്ക് പ്ലേസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? നമുക്ക് ആ ജോലി ചെയ്യാനൊന്നും നമുക്ക് അത്രയും ഇതുണ്ടാവില്ല. എന്നാൽ കറക്റ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ എംപ്ലോയീസ് എല്ലാവരും സംതൃപ്തരാക്കുന്നു. If the employee is properly placed in the job, he works real and his work performance is high. CL എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമായിട്ട്, ZEAL തീക്ഷ്ണമായിട്ട്, and his work performance is high. പ്രോപ്പർ ആയിട്ട് ആ ജോലിയിൽ പ്ലേസ്മെന്റ് നടത്തുകയാണെങ്കിൽ അവരുടെ വർക്ക് പെർഫോമൻസ് കൂടുതലാകുന്നു, തീക്ഷ്ണമാകുന്നു. അത് കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. അറിയില്ലാത്ത ജോലി ചെയ്യുന്നതും കറക്റ്റ് പ്ലേസ്മെന്റ് നടത്തി നമ്മുടെ കറക്റ്റ് എബിലിറ്റി സ്കില്ലൊക്കെ അനുസരിച്ച് ആ ജോലി തരുമ്പോഴതും വ്യത്യാസമുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് അറിയാവുന്ന നല്ല കഴിവനുസരിച്ചുള്ള ജോലിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ വർക്ക് പെർഫോമൻസ് കൂടുതൽ തീക്ഷ്ണമാകുന്നു, ഉയർന്നതാകുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ പ്രോബ്ലംസ് പറഞ്ഞേക്കണേ. സോറി, പ്രോബ്ലംസ് അല്ല, നമുക്ക് പറഞ്ഞത് ബെനിഫിറ്റ്. അടുത്തതാണ് കേട്ടോ പ്രോബ്ലംസ്. ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ്. ഒരു കറക്റ്റ് പ്ലേസ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, എംപ്ലോയിയുടെ മനോവീര്യം വർദ്ധിക്കുന്നു. എംപ്ലോയീസിനെ മോട്ടിവേറ്റ്
മോട്ടിവേഷൻ, അവരെ പ്രചോദിപ്പിക്കാൻ പറ്റുന്നു, അതായത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തുന്നു. ലേബർ ടേൺ ഓവർ, ആബ്സെന്റിസം കുറയ്ക്കുന്നു, എംപ്ലോയിയുടെ എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, എംപ്ലോയിയുടെ സംതൃപ്തി നിലനിർത്തുന്നു. ക്ലിയർ അല്ലേ? നോക്കി 5 പോയിന്റ്സും. ഓക്കെയാണ്. ഇനി അടുത്തതാണ്, അപ്പൊ നമ്മള് ബെനിഫിറ്റ് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ എല്ലായിടത്തും പഠിക്കുമ്പോൾ ഒരു മെറിറ്റ് പറഞ്ഞ് അവിടെ താഴെ എന്തെങ്കിലും ഒരു ഡീമെറിറ്റും കൂടി ഉണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പൊ ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഒരു പ്ലേസ്മെന്റിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് നമ്മളിപ്പോ പറഞ്ഞത് 5 പോയിന്റ്സ് ആയിട്ട്. ഇനി എന്നാ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നോക്കിയേ, പ്രോബ്ലംസ് ഇൻ പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റിൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയേ. പ്ലേസ്മെന്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു ഈസി ടാസ്ക് അല്ല അല്ലേ? അവർക്കുടെ ജോലിയുടെ നമുക്ക് എബിലിറ്റി, ക്വാളിഫിക്കേഷൻ ഇതൊക്കെ അനുസരിച്ച് കറക്റ്റ് ജോബിലേക്ക് തന്നെ അവരെ പ്ലേസ്മെന്റ് നടത്തണം. അപ്പൊ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് ഒരു ഈസി ടാസ്ക് അല്ല. ഇറ്റ് നീഡ്സ് ടു മാച്ച് എംപ്ലോയ് ദ സ്കിൽസ് വിത്ത് ജോബ് റിക്വയർമെന്റ്സ്. നമ്മൾ പറഞ്ഞല്ലേ, ജോലിയുടെ ആവശ്യകതകൾക്ക് അതിനനുസരിച്ച് എംപ്ലോയിയുടെ കഴിവുകൾ മാച്ചാവണം. ജോലിക്ക് എന്തൊക്കെയാ, ആ ജോലി ചെയ്യാൻ എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ആ ജോലിക്ക് പറ്റുന്നത്, അങ്ങനെയുള്ള ആ ജോബ് റിക്വയർമെന്റ്സിന് അനുസൃതമായിട്ട് എംപ്ലോയിയുടെ കഴിവുകളെ മാച്ചാക്കണം അല്ലെ? അങ്ങനെ മാച്ചാവണം. അതിന് മാച്ചാവേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതോ the HR manager tries to make the justifiable and effective, still few problems arise. അപ്പൊ ഇവിടെ HR മാനേജർ ഇത് നല്ല ന്യായമായ രീതിയിലും അതുപോലെ തന്നെ നമുക്ക് ഈ നല്ല രീതിയിലും ചെയ്യാനായിട്ട്, ഫലപ്രദമായിട്ടും ന്യായമായ രീതിയിലും ചെയ്യാനായിട്ട് HR മാനേജർ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും still few problems, എന്നാലും അവന് ആ HR മാനേജർ ഇങ്ങനെ നമുക്ക് പ്ലേസ്മെന്റ് ഒരു ന്യായമായ രീതിയിൽ, നല്ലൊരു ഫലപ്രദമായ രീതിയിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന്. സം ഓഫ് ദ പ്രോബ്ലംസ് ആർ ആസ് ഫോളോസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തെയാണ് എംപ്ലോയി എക്സ്പെക്ടേഷൻ, എംപ്ലോയിയുടെ പ്രതീക്ഷകൾ. എംപ്ലോയി എക്സ്പെക്ടേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ? എക്സ്പെക്ടേഷൻ ജോലിയിൽ ഒരു പ്രതീക്ഷകൾ ഉണ്ടാവില്ലേ? ഇന്ന ജോലിയിലേക്ക് പോകണം, ഇന്നതിലേക്ക് എത്തണം എന്നൊക്കെ നമുക്കൊരു പ്രതീക്ഷകളുണ്ട് അല്ലെ? എംപ്ലോയി എക്സ്പെക്ടേഷൻ, എംപ്ലോയിയുടെ പ്രതീക്ഷകൾ, അതൊരു പ്രോബ്ലം ആണ്. നോക്കിയതില് ഒരു പ്രോബ്ലം ആണ്. The main problem of the placement is employee expectation. അപ്പോ നമുക്ക് ഒരു പ്രധാന എംപ്ലോയിയുടെ പ്രതീക്ഷകളാണ് ഈ പ്ലേസ്മെന്റിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. കുറേ പ്രോബ്ലംസ് പറയുന്നുണ്ട്, എങ്കിലും ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എംപ്ലോയിയുടെ പ്രതീക്ഷകളാണ്. ട്രൈ ചെയ്തോ കേട്ടോ. എംപ്ലോയി ജനറലി എക്സ്പെക്ട്, നമ്മളെ എംപ്ലോയി സാധാരണ അവർ എക്സ്പെക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കാം ഹൈ സാലറി, ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് ഓട്ടോണമി. സ്വയമായിട്ട് ചെയ്യുന്ന സ്വയംഭരണം എന്നാണ് ഓട്ടോണമി. ആൻഡ് ഇഫ് their job does not fulfill their expectation. അപ്പൊ നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ അല്ലെ? നല്ല എത്ര രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി വേണം എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മുടെ പ്രതീക്ഷയാണത്. ഇപ്പൊ ഒരു 30,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി വേണം, ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് ഓട്ടോണമി. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കും അതെന്താ ഈ എംപ്ലോയിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ if their job does not fulfill their expectation, ചില ജോലികളെ അവർക്കുടെ പ്രതീക്ഷകളെ എക്സ്പെക്ടേഷനെ ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച സാലറി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പ്രതീക്ഷിച്ച ജോലി ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ആ എംപ്ലോയിയുടെ പ്രതീക്ഷകളെ നോട്ട് ഫുൾഫിൽ ചെയ്യണമെന്നില്ല. They feel that they are in job which is not appropriate for him. അല്ലെ? നമുക്ക് തോന്നൂലേ എനിക്കിത് പറ്റിയ ജോലിയല്ല, അങ്ങനെ ഒരു ഫീല് അവർക്കുണ്ടാകും. അതൊരു പ്രശ്നമാണ്. They feel that they are in a job which is not appropriate for him. കേട്ടോ, ഇത് എനിക്ക് പറ്റിയ ജോലിയല്ല എന്നുള്ളൊരു ഫീല് അവർക്ക് ഉണ്ടാകാം. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെയാണ് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻ, മാനേജറിന്റെ പ്രതീക്ഷകള്.
മാനേജറിന്റെ പ്രതീക്ഷകൾ നോക്കിയേ. HR മാനേജർ സംടൈംസ് എക്സ്പെക്ട് മോർ ദാൻ ദ എംപ്ലോയീസ് ക്യാപ്പബിലിറ്റീസ് ഓർ സ്കിൽ. ഇനി ചിലപ്പോ ഈ HR മാനേജറെ അവര് എക്സ്പെക്ട് ചെയ്യാം എന്താ, ഇത്രയും അല്ല, ഇപ്പൊ ബേസിക് ഇത്രയും മതിയാവും ആ ജോലിക്ക്, പക്ഷേ അവര് പ്രതീക്ഷിക്കുന്നത് കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ ഉള്ളവര് അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിവുള്ളവര് അങ്ങനെയായിരിക്കും ആ പോസ്റ്റിലേക്ക് അവര് പ്രതീക്ഷിക്കുന്നത്, മാനേജർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ he find that there is mismatch between the employee and his work. ചിലപ്പോൾ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അവർ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള എംപ്ലോയീസിനെ കിട്ടണമെന്നില്ല, അപ്പൊ അത് മിസ്മാച്ച് വരാം. അങ്ങനെയുള്ളവരെ ആയിരിക്കാം ചിലപ്പോൾ കണ്ടെത്തുന്നത്, അതൊരു പ്രശ്നമാണ്. He finds that there is a mismatch between the employee and his work. Employee അവരുടെ ജോലി ചെയ്തുമായിട്ടൊക്കെ യോജിക്കാത്ത രീതിയിൽ മിസ്മാച്ച് ഉള്ള ആളെ ആയിരിക്കും ചിലപ്പോൾ കണ്ടെത്തുന്നത് കണ്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാനേജറിന്റെ എക്സ്പെക്ടേഷൻസ് ശരിയാവോ, മാനേജറിന്റെ പ്രതീക്ഷ ഓക്കെ ആവണമെന്നില്ല കണ്ടോ, അനുയോജ്യമാവണമെന്നില്ല, അതൊരു പ്രശ്നമാണ്. അടുത്ത നോക്കിയേ മൂന്നാമത്തെ, ചേഞ്ച് ഇൻ ടെക്നോളജി. ടെക്നോളജിയിലുള്ള മാറ്റങ്ങള്. ടെക്നോളജി ബ്രിങ് ചേഞ്ചസ് ഇൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോലിയുടെ നിർദ്ദേശങ്ങളില് അല്ലെ, ജോലിയുടെ വിവരണങ്ങളില് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. ഏത് മാറ്റങ്ങൾ കൊണ്ടുവരാം ഈ ടെക്നോളജി. പുതിയ പുതിയ ടെക്നോളജിക്കൽ സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പണ്ടത്തെ ഒരു ഇതുപോലെയുള്ള ജോലിയുടെ ഡിസ്ക്രിപ്ഷൻസ്, വിവരണങ്ങള്, ജോലിയുടെ നിർദ്ദേശങ്ങളില് ഇതൊക്കെ എന്തുണ്ടാകാം, മാറ്റങ്ങൾ ഉണ്ടാകാം. ടെക്നോളജി കൊണ്ടുവരാം, മാറ്റങ്ങൾ കൊണ്ടുവരാം. Due to these changes, ഈ മാറ്റങ്ങള് discrepancies result in mismatch between the job and the employee. അപ്പൊ discrepancies എന്ന് പറഞ്ഞ പൊരുത്തക്കേട് എന്നാണ് ഈ മാറ്റങ്ങൾ. അപ്പൊ ഇങ്ങനെ ടെക്നോളജി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ മാറ്റങ്ങള് എന്താണ്, ആ ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. ജോലിയും എംപ്ലോയിയും തമ്മില് മിസ്മാച്ച് ആകാൻ യോജിക്കാത്ത രീതിയിൽ മാറ്റങ്ങൾ കാരണം പൊരുത്തക്കേടുകൾ ജോലിയും ജീവിതക്കാരും തമ്മിലുള്ള ആ ഒരു പൊരുത്തക്കേടിലേക്ക്, മിസ്മാച്ചിലേക്ക് നയിക്കാം. അപ്പൊ ടെക്നോളജി വരുമ്പോൾ, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ജോലിയുടെ ഡിസ്ക്രിപ്ഷൻസിലും സ്പെസിഫിക്കേഷൻസിലും മാറ്റങ്ങൾ കൊണ്ടുവരാം. ഈ മാറ്റങ്ങൾ വരുമ്പോൾ എന്താണ്, ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. അതിന്റെ ഫലമായിട്ട് എംപ്ലോയിയും അതുപോലെ ജോബും തമ്മില് മിസ്മാച്ച്, പൊരുത്തക്കേടുകള് സംഭവിക്കാം. ക്ലിയർ ആണോ നോക്കിയേ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, ആ ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അടുത്തത് നോക്കിയേ, നാലാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷന്റെ സ്ട്രക്ചറില് മാറ്റങ്ങൾ ഉണ്ടാകാം, ചേഞ്ചുകൾ ഉണ്ടാവാം. Organizational structure and the jobs are influenced by the business grand strategies. കണ്ടോ, ബിസിനസിന്റെ തന്ത്രങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് എന്ത്, ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിലും ജോലിയിലും. ആ സ്ഥാപനത്തിന്റെ ഒരു സ്ട്രക്ചർ ഇല്ലേ, അതില് ജോലിയിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആ ഇൻഫ്ലുവൻസ് ബൈ ദ ബിസിനസ് ഗ്രാൻഡ് സ്ട്രാറ്റജി. ബിസിനസ്സിലെ തന്ത്രങ്ങളില്ലേ, അപ്പൊ പുതിയ പുതിയ സ്ട്രാറ്റജീസ്, ബിസിനസ് തന്ത്രങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോലിയിലും ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെയും സ്വാധീനിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഏതൊക്കെയാണ് ബിസിനസ് ഗ്രാൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, സച്ച് ആസ് ഡൗൺ സൈസിങ്, mergers, acquisitions, delayering, etc. ഇങ്ങനെയുള്ള ബിസിനസ് ഗ്രാൻഡ് സ്ട്രാറ്റജീസിനെ തന്ത്രങ്ങള്, ഈ തന്ത്രങ്ങള്, ഇങ്ങനെയുള്ള തന്ത്രങ്ങള് എന്ത് ചെയ്യാം, സ്വാധീനിക്കാം. എന്തിനെ, സ്ട്രക്ചറൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെയും ജോലിയെയും സ്വാധീനിക്കാം. ഡൗൺ സൈസിങ് എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. മെർജ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, അതിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളത്, മെർജ്. അക്വിസിഷൻസ്, ഏറ്റെടുക്കുക. ഡിലേറിംഗ്, കാലതാമസം. ഇങ്ങനെയുള്ള ഗ്രാൻഡ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള്, ബിസിനസിന്റെ തന്ത്രങ്ങള് എന്ത് ചെയ്യുന്നു, ഈ തന്ത്രങ്ങള് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്, ജോലിയുടെ സ്ട്രക്ചറിനെയും ജോലിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ജോബ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ബിസിനസ് ഗ്രാൻഡ് സ്ട്രാറ്റജീസ് അവിടെ വരെ. അപ്പൊ എന്ത് ചെയ്യുന്നു? ദീസ് ചേഞ്ച് റിസൾട്ട് ഇൻ മിസ്മാച്ച് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ ജോബ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ വരുന്ന മാറ്റങ്ങള് എംപ്ലോയിയും ജോബുമായിട്ട് മിസ്മാച്ച് ചെയ്യാൻ, പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ കാരണമാകാം. These changes result in mismatch between employee and the job. എംപ്ലോയിയും ജോലിയുമായിട്ട് അവരുടെ ഇടയിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ കാരണമാകാം. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സാമൂഹികമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ. Mismatch sometimes is also due to social and psychological factors involved in the teamwork or a group formation. But teamwork ആയിട്ടോ ഗ്രൂപ്പ് ഫോർമേഷൻ ചെയ്യുമ്പോഴോ സാമൂഹികമായിട്ടുള്ള സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള ഫാക്ടേഴ്സ് അത് എന്തുണ്ടാക്കാം? മിസ്മാച്ച് സംഭവിക്കാം. ഒരു ടീം വർക്ക് നമുക്ക് തരുന്നു, ആ ഒരു ടീമിലുള്ള എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല അല്ലെ, അവർക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു മിസ്മാച്ച് സംഭവിക്കാം, ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. Mismatch sometimes is due to social and psychological factors involved. ഏതൊരു ടീം വർക്ക് ഓർ ഗ്രൂപ്പ് ഇൻഫർമേഷൻ ഉൾപ്പെടെ നമുക്കൊരു സോഷ്യൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് മൂലം ഒരു മിസ്മാച്ച് സംഭവിക്കാം. അടുത്തതാണ് ആറാമത്തെ, നേച്ചർ ഓഫ് ദ ജോബ്. ജോലിയുടെ സ്വഭാവം, നേച്ചർ. Another problem with the placement is that the focus is on the individual rather than the job. അടുത്തൊരു പ്രശ്നം എന്താ? അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതാണ് പ്ലേസ്മെന്റിലെ? Is that the focus is on the individual rather than the job. ഇതിനേക്കാൾ ജോലിയേക്കാൾ പലപ്പോഴും ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതൊരു പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞല്ലോ പ്ലേസ്മെന്റിലെ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞില്ലേ, അതായത് ജോലി എന്താണോ, ജോലിയുടെ റിക്വയർമെന്റ്സ് അതനുസരിച്ച് കാൻഡിഡേറ്റ്സിന്റെ കഴിവുകൾ മാറ്റിയിരിക്കണം. അതാണ് കറക്റ്റ് പ്ലേസ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ തിരിച്ചാണെങ്കിൽ കണ്ടോ, ജോലിയേക്കാള് നമ്മൾ പലപ്പോഴും ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാണ്. പ്ലേസ്മെന്റിന് വേറൊരു പ്രശ്നമാണ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Another problem with the placement is that the focus is on the individual. ഏതിനേക്കാളും than the job. ജോലിയിനേക്കാളും ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് പ്ലേസ്മെന്റിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. More often, the individual does not work without the influence of other. അതിലുപരിയായിട്ട് ഇൻഡിവിജ്വൽസിന് മറ്റുള്ളവരുടെ സ്വാധീനമില്ലാതെ അവർക്ക് do not work, അല്ലെ? Without the influence of others, മറ്റുള്ളവരുടെ സ്വാധീനമില്ലാതെ അവർക്ക് വർക്ക് ചെയ്യാൻ does not work without, ഇത് കൂടാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. Then this kind of job will determine whether the employee work with autonomy or is dependent on others. ജോലിയുടെ തരം അനുസരിച്ച് കൈൻഡ് ഓഫ് ദ ജോബ് ഡിറ്റർമിൻ, ഏത് തരത്തിലുള്ള ജോലിയാണ് അല്ലെ, ജോലിയുടെ തരം അനുസരിച്ചാണ് എംപ്ലോയീസ് സെൽഫായിട്ട് ഓട്ടോണോമി, സെൽഫായിട്ട് ചെയ്യണോ പ്രവർത്തിക്കണോ അതെയോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യണോ. ഇപ്പൊ ചില ജോലികൾക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാം, ചിലത് സെൽഫായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അതാണ് എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ദ കൈൻഡ് ഓഫ് ദ ജോബ് വിൽ ഡിറ്റർമിൻ എന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം, അവിടെ ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. The kind of the job will determine whether the employee work autonomy or is depend on the others. സ്വയമായിട്ട് ചെയ്യണോ അതോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണോ എന്നുള്ളത്. ഇനി നമുക്ക് അവിടെ അപ്പൊ ആറെണ്ണാണ് കേട്ടോ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എംപ്ലോയിയുടെ പ്രതീക്ഷകൾ, അതുപോലെ അല്ലെങ്കിൽ രണ്ടാമത്തെ മാനേജറിന്റെ പ്രതീക്ഷകൾ അതുപോലെ മാച്ച് ആവുന്നില്ലെങ്കിൽ, ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന മാറ്റം, ഓർഗനൈസേഷന്റെ ഘടന സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം, സോഷ്യൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ അടുത്തതാണ് ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത്, നേച്ചർ ഓഫ് ദ ജോബ്. ജോലിയുടെ നേച്ചർ, അതായത് ജോലിക്കാണ് ഇമ്പോർട്ടൻസ്, അതിനേക്കാൾ ഇൻഡിവിജ്വലിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതൊരു പ്രശ്നമാണ്, പ്ലേസ്മെന്റിന്റെ പ്രോബ്ലം ആണ്. 6 പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കി. ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ.
ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. മെയിൻ പോയിന്റ്സുകളും ഒന്ന് നോക്കി വെക്കും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് 3 types of job in this context are the follows. നമുക്ക് ഇവിടെ താഴെ 3 തരം ജോലികളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഉണ്ട്, സീക്വൻഷ്യൽ ഉണ്ട്, ഹോൾഡ് ഉണ്ട്. 3 തരത്തിലുള്ള ജോലി നമുക്കറിയാവുന്ന കാര്യം തന്നെ. ഒന്നാമത്തെയാണ് ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ട് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ സ്വയമായിട്ട്, നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ജോലി, നമ്മൾ തന്നെ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ അതിപ്പോ സെയിൽ ചെയ്യുന്നു, ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട അവിടെ. അതൊരു ഇൻഡിപെൻഡന്റ് ജോബാണ് അല്ലെ? നമ്മളൊരു ചെറുകിട വ്യവസായം നമ്മൾ വീട്ടിൽ തന്നെ, നമ്മളിപ്പോ ഒരു കുറച്ച് അച്ചാറിന്റെ ബിസിനസ് ഉണ്ട്, നമ്മൾ തന്നെ സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ തന്നെ നമ്മൾ തന്നെ അച്ചാർ ഇടുന്നു, നമ്മൾ തന്നെ അത് സെയിൽ ചെയ്യുന്നു. അവിടെ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല അല്ലെ? അതെന്താ? ഒരു ഇൻഡിപെൻഡന്റ് ആണ്. ഇൻ സർട്ടൻ കേസസ് ജോബ്സ് ആർ ഇൻഡിപെൻഡന്റ്. ഇനി ചില കേസുകളിലെ ജോലി ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കേണ്ട, സ്വതന്ത്രമാണ്. ഫോർ എക്സാമ്പിൾ, ആ എക്സാമ്പിൾ നോക്കിയേ, പോസ്റ്റൽ സർവീസ് ഓർ ഫീൽഡ് സെയിൽ അല്ലെ? പോസ്റ്റൽ സർവീസ് അല്ലെങ്കിൽ ഫീൽഡ് സെയില്, ഫീൽഡ് പോയി നമ്മൾ തന്നെ, ഇവിടെ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസ്റ്റൽ സർവീസ് ഓർ ഫീൽഡ് സെയിൽസ് ഇതേതാ? ഇൻഡിപെൻഡന്റ് ജോബാണ്. In such condition, the activities of one worker do not depend on the activities of other workers. Underline ചെയ്തേ. അപ്പൊ ഇൻഡിപെൻഡന്റ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താ? In such a condition, the activity of the one worker, ഒരു വർക്കറിന്റെ ആക്ടിവിറ്റി വേറെ മറ്റുള്ള വർക്കേഴ്സിന്റെ ആക്ടിവിറ്റി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. മനസ്സിലായോ? The activities of the worker. In such a condition, the activities of one worker do not depend on the activities of the other worker. കേട്ടോ? ഒരു വർക്കറിന്റെ ആക്ടിവിറ്റി വേറെ ആള് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഇൻഡിപെൻഡന്റ് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താ? നമ്മള് തന്നെയാ ചെയ്യുന്നത്, വേറെ ആരെയും നമ്മൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഒരു വർക്കറിന്റെ ജോലി മറ്റൊരു വർക്കേഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡു നോട്ട് ഡിപ്പെൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ അതർ വർക്കേഴ്സ്. അതർ വർക്കേഴ്സിന്റെ ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അണ്ടർലൈൻ ചെയ്തോളണം കേട്ടോ സെന്റൻസ്. ദിസ് പ്രോബ്ലം ഓഫ് പ്ലേസ്മെന്റ് ഈസ് സിമ്പിൾ. ആ സൊല്യൂഷൻ ഫോർ ഇറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ്. അതിനുള്ള പരിഹാരങ്ങൾ വികസിപ്പിച്ചെടുത്താൽ നമുക്ക് ഈ പ്ലേസ്മെന്റ് പ്രശ്നം നമുക്ക് സിമ്പിൾ ആണ്. ദ പ്രോബ്ലം ഓഫ് പ്ലേസ്മെന്റ് ഈസ് സിമ്പിൾ. As a solution for it have been developed. അതിനുള്ള സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്ത പ്ലേസ്മെന്റിന്റെ പ്രോബ്ലം, ഈ പ്രോബ്ലം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഇൻഡിപെൻഡന്റ്. ഇനി രണ്ടാമത്തെയാണ് സീക്വൻഷ്യൽ എന്ന് പറയുന്നത്. അതെങ്ങനെയാ? ഇൻ ദിസ് കാറ്റഗറി എ വർക്കർ ഡിപ്പെൻഡ് ഓൺ അതർ വർക്കർ ടു ഡു ദിസ് ജോബ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇൻ ദിസ് കാറ്റഗറി എ വർക്കർ ഡിപ്പെൻഡ് ഓൺ ദ അതർ വർക്കർ ടു ഡു ദിസ് ഹിസ് ജോബ്. ഒരു വർക്കർ മറ്റൊരു വർക്കറിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട്. അസംബ്ലി ലൈൻസ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ സീക്വൻഷ്യൽ ജോബ്. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അസംബ്ലി ലൈന് അതിന്റെ 3 എക്സാമ്പിൾ ഒന്ന് നോക്കി വെച്ചു. ഇൻഡിപെൻഡന്റ്, പോസ്റ്റൽ സർവീസ് ഓർ ഫീൽഡ് സെയില പറഞ്ഞത്. ഇനി സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു വർക്കറിന്റെ ജോലി മറ്റൊരാളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. അസംബ്ലി ലൈൻ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ദ സീക്വൻഷ്യൽ ജോലിക്ക് ഒരു നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, നല്ലൊരു എക്സാമ്പിൾ ആണ് അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. അതായത് അസംബ്ലി ലൈൻ എന്ന് പറഞ്ഞൊരു മാനുഫാക്ചറിങ് പ്രോസസ് തന്നെയാട്ടോ. ഒരു പ്രൊഡക്റ്റ് സീക്വൻഷ്യൽ ആയിട്ടാ പോകുന്നത് വർക്ക് സ്റ്റേഷനിൽ. ഒരാള് ഒരു സെക്ഷൻ ചെയ്തു, അടുത്ത സെക്ഷൻ അടുത്ത ആളുകൾ, അതിന്റെ അടുത്ത സെക്ഷൻ അടുത്ത ആളുകൾ, എന്നിട്ടാണ് അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. കേട്ടോ? അപ്പൊ ആഡിങ് പാർട്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അണ്ടിൽ കംപ്ലീറ്റഡ്. ഓരോ സെക്ഷനുകാരും ഓരോ ഭാഗം ആഡ് ചെയ്ത് അതാണ് അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. അത് ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ദ സീക്വൻഷ്യൽ ജോബ്. മനസ്സിലായില്ലേ? അതായത് ഒരാൾക്ക് മാത്രം ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഭാഗം ഒരു സെക്ഷൻ ആളുകള് അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അവര് ബാക്കിത്തെ ഭാഗം ആഡ് ചെയ്തു, പിന്നെ അടുത്ത സെക്ഷനുകാര് അടുത്ത ഭാഗം ആഡ് ചെയ്തു, അങ്ങനെ. അതാണ് ഏത് സീക്വൻഷ്യൽ ജോബ് എന്ന് പറയുന്നത്. ക്ലിയർ ആവണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. സീക്വൻഷ്യൽ ആയിട്ട് അങ്ങ് പോകും. എന്നിട്ട് എല്ലാം അങ്ങനെ കുറച്ച് ഇവർക്കിടെ ഇത് എല്ലാ വർക്കേഴ്സിന്റെയും ഇത് പൂർത്തിയാകുമ്പോഴാണ് അവിടെ ആ ജോബ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുകയല്ലാതെ. ഇനി അടുത്താണ് പൂൾഡ് എന്ന് പറയുന്നത്. പൂൾഡ് ഹൈ ഇൻഡിപെൻഡൻസ് ഈസ് പ്രസന്റ് among the activities when the jobs are pooled. പൂൾഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്, ഒരു കൂട്ടാണ്.
ഗ്രൂപ്പായിട്ടൊക്കെ നമ്മൾ പ്രൊജക്ട് ടീമുകള്, പ്രൊജക്ട് വർക്കുകൾ, ഇതൊക്കെ ഒരു പ്രൊജക്ട് ടീംസ് ഇതൊക്കെ എക്സാമ്പിളാ. അതായത് ഒരു കൂട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജോലികള് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്നുണ്ട് എന്ന്. അല്ലേ? ഞാൻ മാത്രം എന്നെ മാത്രം ഒരു ജോലി ഏൽപ്പിച്ച എനിക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. അല്ലെ? അതിന്റെ എന്ത് സംഭവിച്ചാലും അതിനുള്ള ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്, വേറെ ആരോട് ചോദിക്കാനൊന്നുമില്ല. അത് ഇത്തിരി ടാസ്ക് നിറഞ്ഞതായിരിക്കും. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ്, നമ്മളെല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പിന് ഒരു ജോലി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് അവിടെ. അല്ലെ? ഞാനൊരാൾ മാത്രം ടെൻഷൻ അടിക്കണ്ട, നമ്മളെല്ലാവരും ടെൻഷൻ അടിക്കണം. അല്ലെ? അപ്പൊ എന്നാൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം കാണുന്നു പൂൾഡ് വർക്കില്, ഗ്രൂപ്പ് വർക്കില്. ഹൈ ഇൻഡിപെൻഡൻസ് ഈസ് പ്രസന്റ് എമംഗ് ദ ആക്ടിവിറ്റി വെൻ ദ ജോബ്സ് ആർ പൂൾഡ്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ജോബ് ആണെങ്കിൽ, ടീം വർക്ക് പോലെയുള്ള ജോലിയാണെങ്കിൽ കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ട്. The end result is the joint effort of all the workers. അല്ലെ? end result എന്താ? എല്ലാവർക്കിടെയും ജോയിന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്, പരിശ്രമമാണ്. എല്ലാ തൊഴിലാളികളുടെയും കൂടി ജോയിന്റ് എഫേർട്ടാണ് നമ്മള് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ജോലി ഏൽപ്പിച്ച് നമ്മളൊരു ടീമായിട്ട് ചെയ്താൽ ഒരാൾക്ക് മാത്രം അതിന്റെ ക്രെഡിറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊരു ജോയിന്റ് എഫേർട്ടാണ്. എന്ത് റിസൾട്ട്? ജോയിന്റ് എഫേർട്ടാണ്. എല്ലാ വർക്കേഴ്സിന്റെയും സംയുക്തമായിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് ഒരു എന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ടീം വർക്ക് മാറ്റേഴ്സ് എ ലോട്ട് ഇൻ സച്ച് ജോബ്സ്. ടീം വർക്ക് മാറ്റേഴ്സ്. അതിനകത്ത് അത്തരം ജോലികളിലൊക്കെ നമുക്ക് ടീം വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീം വർക്ക് മാറ്റേഴ്സ് എ ലോട്ട് ഇൻ സച്ച് ജോബ്സ്. അതായത് ഫുൾഡ് ജോബുകൾ പറഞ്ഞില്ലേ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്, അവിടെ ടീം വർക്ക് വളരെയധികം പ്രാധാന്യമാണ്. എക്സാമ്പിൾസ് ഓഫ് ഫുൾഡ് ജോബ്സ് ആർ പ്രൊജക്ട് ടീംസ്, ടെമ്പററി ടാസ്ക് ഫോഴ്സസ് ആൻഡ് അസംബ്ലി ടീംസ്. അതും എക്സാമ്പിൾ കൂടി ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. Examples of pulled jobs are project teams, temporary task forces and assembly teams, etc. മൂന്ന് തരത്തിലുള്ള ജോലി മനസ്സിലായില്ലേ? ഇൻഡിപെൻഡന്റ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പോസ്റ്റൽ സർവീസ്, ഫീൽഡ് സെയിലാണ് എക്സാമ്പിൾ പറഞ്ഞത്. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും കാര്യങ്ങളും അവിടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ജോലി വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവിടെ സീക്വൻഷ്യൽ ആവുമ്പോഴോ അതിനകത്ത് എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു വർക്കർ മറ്റൊരു വർക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ പാർട്സുകളാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. ഒരു സെക്ഷന് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും, അടുത്ത സെക്ഷനിലേക്ക്. അങ്ങനെയാണ് ആ ജോലി കംപ്ലീറ്റ് ആകുന്നത്. അസംബ്ലി ലൈൻ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഇനി പൂൾഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വർക്ക് പോലെയാണ്. അവിടെ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ട്. അവിടെ എല്ലാവർക്കിടെയും കൂടി എല്ലാ വർക്കേഴ്സിന്റെയും ജോയിന്റ് എഫേർട്ടാണ് എന്ത് റിസൾട്ട് എന്ന് പറയുന്നത്. അവിടെ ടീം വർക്ക് ജോലികളില് ടീം വർക്ക് മാറ്റേഴ്സ് ഈ ജോലിയിലുണ്ട്. എക്സാമ്പിള് പ്രൊജക്ട് ടീംസ്, ടെമ്പററി ടാസ്ക് ഫോഴ്സസ്, അസംബ്ലി ടീംസ്. അത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് കുറച്ചുണ്ട്, അവിടെ ബാലൻസ് അവിടെ കിടക്കുന്നുണ്ട് അതിന്റെ സ്പ്രിഡിലായിട്ട്. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, ലാസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇന്ന് എടുത്തത് 3 കൂടി പല ടൈപ്പ് ജോബ്, അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് നമുക്ക്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി ഞാൻ പോകുന്നത് നമ്മുടെ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ റിക്രൂട്ട്മെന്റ് ആദ്യം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. മിസ് അവിടെ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? ടെസ്റ്റുകൾ വരെ എത്തിയെന്നാണ് എന്നോട് പറഞ്ഞത് അല്ലെ? ടെസ്റ്റുകളൊക്കെ ആയിരിക്കും മിസ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനുണ്ടല്ലോ, നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനില്ലേ, ബാക്കിലേക്ക് ഞാൻ വരിക കേട്ടോ. അല്ലെങ്കിലേ മിസ്സിന്റെയും എന്റെയും ഒരുമിച്ച് മിസ്സിന്റെ തീരൂല. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലേക്ക് വരികയാണ്. നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയാണ് നമ്മൾ എടുത്തത് ശരിക്കും അല്ലെ? അതിന് മുന്നുള്ള കുറച്ച് പോർഷൻസ് കൂടി ഞാൻ എടുക്കുകയാണ്. അതായത് ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. പേജ് നമ്പർ ആർക്കാ കിട്ടിയെന്ന് വെച്ചൊന്ന് ഇവിടെ ഷെയർ ചെയ്തിട്ടേ ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ് പേജ് നമ്പർ 14. ഓക്കെ, വെരി ഗുഡ്. ഒന്ന് എടുക്കട്ടെ കേട്ടോ. 14 10ാമത്തെ പേജാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നതും. നമ്പറാണോ? ഓക്കെ ഓക്കെ, 39 എന്റെ കിടക്കുക. ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ്. അപ്പൊ ഇതിന് തൊട്ട് മുന്നുള്ള വരെയും
ഇന്റർവ്യൂ പ്രോസസ് ആണ് ഇതിന് മുന്നിലുള്ളത്. അവിടെ വരെ നിങ്ങൾക്ക് മിലു മിസ് എടുത്തു തരൂ കേട്ടോ. ഇവിടെയും വരെയും ഞാൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഇന്റർവ്യൂ പ്രോസസ് വരെ മിസ് എടുക്കും. ഇനി ഞാൻ വീണ്ടും വരികയാണ് ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്. സിമ്പിൾ ആയിട്ടുള്ളതാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ്, ഇന്റർവ്യൂവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ നമുക്ക് അറിയാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യം. എന്തായാലും നമുക്ക് ഇന്റർവ്യൂ നമുക്ക് ഫേസ് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. നിങ്ങൾക്കൊക്കെ ജോലിക്കാണെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ പോകാതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം എന്തൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ. പേജ് നമ്പർ 40 ആണോ 39 ആണോ? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് 39 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇനി 40 ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നോക്കാം കേട്ടോ. ടെക്സ്റ്റ് എടുക്കും. ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ് 40 തന്നെയാണ് കിടക്കണേ അല്ലെ. ഓക്കെ. The type of interview being conducted largely influence the interviewing arrangements. ഇതൊരു വലിയൊരു കാര്യമാണ്. നമുക്ക് ഏത് ടൈപ്പ് ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് വേണം. അതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സിനെ സ്വാധീനിക്കും. നമ്മുടെ എല്ലാ ഇന്റർവ്യൂവിനും ഒരേപോലെയുള്ള അറേഞ്ച്മെന്റ് അല്ല. അപ്പൊ ഏത് ടൈപ്പ് ഇന്റർവ്യൂ നമുക്ക് നടത്തേണ്ടത് അതിനനുസരിച്ച് ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ് മാറണം. ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ബീങ് കണ്ടക്ടഡ് ലാർജ്ലി ഇൻഫ്ലുവൻസ്. എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റിനെ സ്വാധീനിക്കുന്നു. ഒന്നാണ്ടവരും ചെയ്തു വെച്ചോട്ടോ ആ ഒരു സെന്റൻസ്. ഇനി the procedure of interviewing may involve. ഇന്റർവ്യൂ പ്രൊസീജിയറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. The procedure of interviewing may involve. എന്തൊക്കെ കാര്യങ്ങളാണൊക്കെ ഇന്റർവ്യൂയിങ് പ്രൊസീജിയറിൽ വന്നേ? Conducting individual interviews, an interviewing panel, a selection board or some form of assessment center. ഇതെല്ലാം ഇന്റർവ്യൂയിങ് പ്രൊസീജിയറിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ തന്നെ ചോദിക്കാം. The procedure of interviewing may involve dash. എന്തൊക്കെയാ? Conducting individual interview, പിന്നെ an interviewing panel, a selection board or some form of assessment center. However, the interview arrangement should conform broadly to the following mentioned pattern. അപ്പോൾ ഒരു ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതികളിൽ നമുക്കിവിടെ താഴെ ചുരുക്കി പറഞ്ഞേക്കാണ് ഈ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടണം. അതായത് നമ്മളിപ്പോ നമ്മളോടാണെങ്കിലും നമ്മളോടൊരു ഇന്റർവ്യൂവിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് വേണം ഒരു ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്യാനായിട്ട്. However, the interview arrangement should conform. എന്നൊക്കെ കാര്യം ഉറപ്പുവരുത്തണം, കൺഫേം ചെയ്യാൻ, സ്ഥിരീകരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടണം. ഒന്നാമത്തെ ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യമാണ്. ഇന്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു ഡ്യൂട്ടിയാണ് ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ. അപ്പൊ നമ്മളെ മനസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വേണം നോക്കാം. ഒന്നാമത്തെ നോക്കിയേ, ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ place and time of the interview and the person to contact should be provided to the candidates who have applied in writing or oral form. കണ്ടോ? അപ്പൊ ഈ കാൻഡിഡേറ്റ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സ്ഥലത്താണ്, ഏത് സമയത്താണ് ഇന്റർവ്യൂ, ആൻഡ് ദെൻ ദ പേഴ്സൺ ടു കോണ്ടാക്ട് ചെയ്യാനുള്ള പേഴ്സൺ, ആ കാൻഡിഡേറ്റ്സിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള പേഴ്സൺ അവര് and it should be provided. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് നൽകണം. അവർക്ക് കാൻഡിഡേറ്റ്സിന് who have applied in writing or phone. റൈറ്റിങ്ങിനായിട്ടോ ഇതിലൂടെയോ ഫോണിലൂടെയോ കാൻഡിഡേറ്റ്സിനെ അറിയിക്കണം. അല്ലെ? എവിടെ ഇന്റർവ്യൂ, ഏത് സമയത്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങള്, കോണ്ടാക്ട് ചെയ്യേണ്ടത്, പേഴ്സൺ ടു കോണ്ടാക്ട്, ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. The time of the interview. ഇനി നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ ടൈം ഇല്ലേ, അത് എങ്ങനെ നോക്കി ഷെഡ്യൂൾ ചെയ്യുന്നത് നോക്കി. The time of the interview should be scheduled while keeping in mind. ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലൊരു കാര്യം ശ്രദ്ധിക്കണം, മനസ്സിലൊരു കാര്യം ഓർക്കണം. The distance between the candidates' residence to the place of the interview. ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലവും കാൻഡിഡേറ്റ്സിന്റെ താമസ സ്ഥലവും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്
എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ വേണം. ഒരു സമയം നമ്മൾ പറയൂല അവരോട് ഇന്റർവ്യൂവിന്. അപ്പൊ ആ സമയത്തേക്ക് അവർക്ക് എത്താവുന്ന രീതിയിലാണോ, അതായത് ആ ഇന്റർവ്യൂ നടത്തുന്ന പ്ലേസും ആ കാൻഡിഡേറ്റ്സിന്റെ റെസിഡൻസും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അത് മൈൻഡിൽ വേണം. Timing should be adjusted according to the working hours of the candidates that are currently placed in some company. ഇനി നമ്മൾ ആ ടൈം അവർക്ക് കൊടുക്കുമ്പോൾ, ഇത്ര ടൈമിലാണ് ഇന്റർവ്യൂ, ആ ടൈം കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നറിയോ? ഇപ്പൊ അവര് പ്രസന്റ് കറന്റ് നമ്മള് the timing should be adjusted according to the working hours. Working hours നോക്കിയിട്ട് of the candidates that are currently placed in some company. ഇപ്പൊ നിലവില് അവരെ ഏതെങ്കിലും കമ്പനിയുടെ പ്ലേസ്മെന്റ് അവര് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വർക്കിംഗ് അവേഴ്സ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം. Timing should be adjusted according to the working hours of the candidates. Then, if the location of the company is difficult to find, ഇനി കമ്പനിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലമൊക്കെയാണെങ്കിൽ ഓക്കെ, ഇനി കുറച്ച് ഉള്ളിലേക്ക് കയറിയാണ്, ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണെങ്കിൽ, a map accompanied by the public transportation details should be provided to the candidates. ഒരു മാപ്പ് കൊടുക്കണം. അത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ഒരു മാപ്പ് കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് വരാൻ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല അല്ലെ, നമ്മൾ സ്വന്തം ഗൂഗിൾ മാപ്പ് ഇട്ട് പോകൂലേ. എത്ര അറിയാൻ പാടാത്ത സ്ഥലമാണെങ്കിലും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് അങ്ങോട്ട് പോകില്ല ഇപ്പൊ. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് കമ്പനിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മാപ്പ് കൊടുക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ഒരു മാപ്പ് കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണമെന്ന്. It is always a good idea to let a receptionist. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു നല്ലൊരു കാര്യമാണ് to let a receptionist or security guard know who is coming. It will put a good impression of the candidates. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലാട്ടോ, നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മുടെ വരവിനെ കുറിച്ച് ആ സെക്യൂരിറ്റി ഗാർഡോ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിനോ ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ആരാണ് വരുന്നത് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാൻഡിഡേറ്റ്സിന് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലാണ്, ആമിനയുടെ പേര് വിളിച്ചിട്ട് പറയാണ്, അല്ലെങ്കിൽ ആര്യയുടെ പേര് വിളിച്ചിട്ട് അവിടെ പറയാണ്, നിങ്ങൾ വെൽക്കം ചെയ്യാണ്. റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് നിങ്ങളുടെ പേര് വിളിച്ചിട്ട് നിങ്ങളോട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവില്ലേ, ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാവില്ലേ? നമ്മുടെ വരവിനെ കുറിച്ച് അവിടെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ കുറച്ചും കൂടി കാൻഡിഡേറ്റ്സിന് നല്ലൊരു ഇംപ്രഷൻ കിട്ടാനും കാരണമാകും. അപ്പൊ അതൊരു നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ ചെല്ലണതിന് മുൻപ് തന്നെ നമ്മുടെ വരവിനെ കുറിച്ച് റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഗാർഡോ അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. നമുക്ക് കാൻഡിഡേറ്റ്സിന് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പോയിന്റ്സിനെ കൊടുത്തേക്കുന്നത്. നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, രണ്ടാമത്തെയാണ് applicant should be given a quiet and comfortable room to wait. അതൊന്നാണ് പഠിച്ചിട്ടോ. ആപ്ലിക്കൻസിന് എങ്ങനത്തെ റൂം വേണം കൊടുക്കാൻ? should be given a quiet, ശാന്തമായിട്ടുള്ളത്, കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം വേണം കൊടുക്കാൻ. നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുന്നതാണ്, ഓൾറെഡി കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും നമുക്കല്ലേ. അപ്പൊ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉള്ള റൂം തന്നാൽ നമുക്കത് കംഫർട്ടബിൾ ആവില്ല അല്ലെ, തോന്നില്ല. ഇത് തികച്ചും ശാന്തമായിട്ടുള്ള, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം വേണം കൊടുക്കാൻ. Underline ചെയ്ത സെക്കൻഡ് സെന്റൻസ്, the room should have various reading materials available for him. റൂമിൽ എന്തുകൂടി അവൈലബിൾ ആയിരിക്കണം? റീഡിംഗ് മെറ്റീരിയൽസ്. എന്തിനാ? കുറെ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കൂലേ അല്ലേ? കുറെ നേരം നിങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനും നമുക്ക് ബോറടിക്കും. അപ്പൊ ബോറടിക്കാതിരിക്കാൻ എന്ത് വേണം? നമുക്ക് വായിക്കാനൊക്കെ ആയിട്ട് റീഡിംഗ് മെറ്റീരിയൽസും കൂടി അവരുടെ ആ റൂമില് ലഭ്യമാക്കണം. ക്ലിയർ ആവുന്നില്ല എനിക്ക് ഈ പറയണേ? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലായി പോണില്ലേ? യെസ്. രണ്ടാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. നല്ലൊരു ക്വൈറ്റ് കംഫർട്ടബിൾ റൂം വേണം കൊടുക്കാൻ. പിന്നെ ആ റൂമില് എന്തുകൂടി കൊടുക്കണം? റീഡിംഗ് മെറ്റീരിയൽസും കൂടി കൊടുക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കി, ഡീപ് ആൻഡ് തറോ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ പ്രോഗ്രാം ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ ഇന്റർവ്യൂവേഴ്സ് ഓർ ഇന്റർവ്യൂ പാനൽ.
ഇനി ഇന്റർവ്യൂവറിന് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലില്ലേ അവർക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണം. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം ഇന്റർവ്യൂ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഇന്റർവ്യൂവറിന് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലിന് ഒരു ഡീപ്പ് തറോ ഇൻഫർമേഷൻ കൊടുക്കണം. എന്തിനാ? എന്നാലേ നമ്മള് ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ നന്നായിട്ട് മനസ്സിലാക്കിയാലല്ലേ മര്യാദയ്ക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കണം. എനിക്ക് അതിനെ കുറിച്ച് അറിവുണ്ടെങ്കിലല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇല്ലേ? അപ്പൊ അതിന് എനിക്ക് അതിനുള്ള ഒരു നോളജ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഒന്നും അറിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്നത്തേക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അത് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്റർവ്യൂ പാനൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവറിന് ആദ്യം നല്ലൊരു നോളജ് വേണം. അവർക്ക് നല്ലൊരു നോളജ് ഇന്റർവ്യൂ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് നല്ലൊരു നോളജ് ആദ്യം അവർ പ്രൊവൈഡ് ചെയ്ത് അവരറിവുണ്ടായിട്ട് വേണം അവർക്ക് നടത്താനായിട്ട് അല്ലെ. ഇന്ന പോലെയാണ് ഇന്ന കാര്യങ്ങൾ അന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. In order to welcome and escort candidates for interview, room should be booked and the arrangement should be made of their meals and conducted tour from the company if possible. ഇനി അവരുടെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യണം. എസ്കോർട്ട് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് ആ കാൻഡിഡേറ്റ്സിന് എസ്കോർട്ട് കൊടുക്കാൻ അവരെ ഒന്ന് വെൽക്കം ചെയ്തിട്ട് നല്ല രീതിയിൽ ഇരുത്തുക അവിടെ റൂമിലേക്ക്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട റൂം നേരത്തെ ബുക്ക് ചെയ്യണം. അത് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണം. എന്തിന്? ഭക്ഷണമല്ലേ, അവർക്ക് ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ഈ കാര്യങ്ങള് അതൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്യണം. പിന്നെ പറഞ്ഞപ്പോൾ നോക്കി കണ്ടക്ട് ടൂർ റൗണ്ട് ദ കമ്പനി. കമ്പനിക്ക് ചുറ്റും ഒരു ടൂർ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഇല്ല, ഫാക്ടറിയിലെ മെഷീൻസ് കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ജസ്റ്റ് ആ കമ്പനിയിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതൊക്കെ അതിന്റെ ഭാഗമാണെന്ന്. ഓക്കെ, അപ്പൊ ആ കമ്പനിയെ കുറിച്ച് തന്നെ അവർക്ക് നല്ലൊരു അറിവ് കാര്യങ്ങൾ കിട്ടും. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ. The room with the less or little distraction should be arranged for the interview. ഇന്റർവ്യൂവിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന റൂം എങ്ങനെയായിരിക്കും? ലെസ് ഓർ ലിറ്റിൽ ഡിസ്ട്രാക്ഷൻ. അധികം എന്താണ് നമുക്ക് ഡിസ്ട്രാക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള രീതി അങ്ങനെയുള്ള റൂമൊന്നും ആകാൻ പാടില്ല. കുറവുള്ളതായിരിക്കണം. ഉണ്ടാവും നമുക്ക് വേറെ ഒരു എന്താ പറയാ അധികം ഒച്ചബഹളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തടസ്സമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ കുറഞ്ഞ റൂമായിരിക്കണം ഇന്റർവ്യൂവിന് വേണ്ടി അറേഞ്ച് ചെയ്യണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. The room with the less or little distraction should be arranged for the interview. A psychological barrier between the interviewer and the candidates is created in a situation where the interviewer selected to sit behind the desk during the interview. കണ്ടോ, അവരെ അതായത് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇന്റർവ്യൂവറും കാൻഡിഡേറ്റ്സും നേരെ തന്നെ ഇരിക്കുന്ന രീതിയിൽ വേണം അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ അല്ലെ. ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം. ഇനി അവർക്കിടയിൽ ഇന്റർവ്യൂവറിനും കാൻഡിഡേറ്റ്സിനും ഇടയിൽ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ അതായത് ഇന്റർവ്യൂവർ സെലക്ട് സിറ്റ് ബിഹൈൻഡ് ദ ഡെസ്ക് ഡ്യൂറിങ് ഇന്റർവ്യൂ. ഡെസ്കിന് പുറകിലായിട്ടൊക്കെ ഇന്റർവ്യൂവർ അവിടെ അവരെ അത് ഇരിക്കാനായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ഒരു തടസ്സം എന്തായാലും ഉണ്ടാവും. ഒരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ടാക്കും. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഒരു പോയിന്റ് കൂടി പറയാം. അഞ്ചാമത്തെ, നോട്ട് ടു മച്ച് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനി ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഷുഡ് ബി ഷെയർഡ് വിത്ത് ദ കാൻഡിഡേറ്റ്സ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ ഓർ ഇന്റർവ്യൂസ്. കണ്ടോ, ഇനി കാൻഡിഡേറ്റ്സിനോട് ആ കമ്പനിയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും മുഴുവനായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയേണ്ടതാണ്. നോട്ട് ടു മച്ച് ഇൻഫർമേഷൻ, കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പറയരുത്. കമ്പനി ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്, ജോലിനെ കുറിച്ച് കമ്പനിയെ കുറിച്ച് ഒരുപാട്. പിന്നെ അവരെ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. പിന്നെ അവർ ജോലിക്ക് കയറി കഴിയുമ്പോൾ ഓൾറെഡി അവർക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ തന്നെ ഉള്ള കാര്യം മുഴുവനും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നോട്ട് ടു മച്ച് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനി ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്, തൊഴിലിന്റെ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അധികം ഒന്നും പറയണ്ട. After a provisional offer has been made, negotiation over the pay and the other benefit will be placed. കണ്ടോ, ഒരു പ്രൊവിഷണൽ ഓഫർ കൊടുത്തതിന് ശേഷം അവർക്ക് പേയ്മെന്റ് ബെനിഫിറ്റുമായിട്ട് ഒരു ചർച്ചകൾ നടത്തുന്നു. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചയാണ് കേട്ടോ. ചർച്ചകൾ നടത്തും.
ഒരു പ്രൊഫഷണൽ ഓഫർ കൊടുത്തതിന് ശേഷം ഒരു പ്രൊഫഷണൽ ആയിട്ട് വ്യവസ്ഥാപരമായിട്ടുള്ള ഒരു ഓഫർ നൽകിയതിനു ശേഷം നെഗോഷിയേഷൻ നടത്തും, ചർച്ചകൾ നടത്തും, പേയ്മെന്റും ബെനിഫിറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട്. Preparing groundwork for negotiation and benefit during the interview process is always advisable. അതായത് ചർച്ചകൾക്കും ആ ബെനിഫിറ്റിനൊക്കെ വേണ്ടിയുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കേണ്ടത് എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്തല്ല നമ്മുടെ പേയ്മെന്റ് ബെനിഫിറ്റ് കാര്യങ്ങൾ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ തയ്യാറാക്കി വെക്കണം. Preparing groundwork of negotiation and benefit during the interview process is always advisable. ഇതൊരു നല്ലൊരു കാര്യമാണ്. ചർച്ചകൾക്കും ബെനിഫിറ്റുകൾക്കും ഒക്കെ വേണ്ടിയുള്ള അടിസ്ഥാന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ തയ്യാറാക്കണം എന്നുള്ളത് എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യമാണ്. 5 പോയിന്റ്സ് ആട്ടോ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ, വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇന്ന് 2 സെന്റൻസ് ഞാനൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞേക്കണത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയിട്ട് നമുക്ക് നാളെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.